ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്പെഷ്യൽ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓഫീസിൽ നിന്ന് നമ്മുടെ ടീം എല്ലാവരും കൂടെ വണ്ടർലയിൽ പോയതാണ്. കോളേജിലെ ഐവിക്ക് പോകാത്ത എനിക്ക് ഈ വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഐവി ഫീല് തന്നെയാണ് തന്നത്. അപ്പോൾ രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് ഞാനും നന്ദിതയും കൂടെ നേരെ ഗോവിന്ദിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ടിങ് ഡെസ്റ്റിനേഷൻ. അവിടെ നമ്മുടെ ബോയ്സ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഗേൾസിനെ നേരെ പോയി ഹോസ്റ്റലിൽ നിന്ന് പിക്കപ്പ് ചെയ്തു. ഹായ് അനന്തു. സമീർ ഉറങ്ങിയിട്ടുണ്ട്. ഫോൺ കോളാണ്. പിന്നെ ഇവിടെ സൂര്യ ഉണ്ട്. ബാക്കില് പാവമായിട്ട് അനന്ത് പേരെന്തോ അതിശയം എന്ന് പറയട്ടെ, രാവിലെ ഓഫീസിൽ വരാൻ വേണ്ടി ഏകദേശം 5 മണിക്ക് ഉറക്കം എഴുന്നേറ്റ എല്ലാവരും അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ടും സ്റ്റിൽ എല്ലാവരും നല്ല ഓണായിരുന്നു. ബസ് കയറി ഉടനെ തന്നെ സൂര്യ കുറച്ച് കഴിഞ്ഞപ്പം ഫ്ലാറ്റായി ഗൈസ്. അതേസമയം ബാക്കിയുള്ള എല്ലാവരും ഓണായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ രഞ്ജിത്തേട്ടൻ്റെ വീട്ടിൽ പോയി. രഞ്ജിത്തേട്ടൻ്റെ അവിടെ നിന്ന് എല്ലാവരെയും പിക്കപ്പ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഗേൾസിനെ പിക്കപ്പ് ചെയ്യാൻ ഹോസ്റ്റലിലും പോയി. അങ്ങനെ ഗൈസ് ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കിട്ടി. എല്ലാവരും വണ്ടി കയറി ഗൈസ്. അങ്ങനെ രാവിലെ ആവാൻ നേരമായപ്പോഴത്തേക്കും എല്ലാവരും വൈബ് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഓണാവാൻ വേണ്ടി ബസ്സിൽ ലൈറ്റ് ഓഫ് ചെയ്ത് DJ ആയിരുന്നു ഗൈസ്. അങ്ങനെ ഒരു 10 മണിയായപ്പോഴത്തേക്കും നമ്മൾ കോട്ടയം എത്തി. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. എൻ്റെ എല്ലാവരും പല പല സെക്ഷനായിരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങി ഗൈസ്. ഞാൻ മാത്രമല്ല നമ്മുടെ ക്ലെയിം നോട്ട് ഫയൽ കൊടുക്കോ? ക്ലെയിം നോട്ട് ഫയൽ ഗൈസ് ഉണർന്നിട്ടുണ്ട് ഗൈസ്.
This is school trip. Guys, Wonderly etti guys. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി ഒരു 1/2 മണിക്കൂർ ലാഗ് അടിച്ച് നിന്നു ഗൈസ്. വേറെ ഒന്നുമല്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മാത്രം. ഗൈസ്, ഇത് മുതലാണ് കഥ ആരംഭിക്കുന്നത്. ഇതാണ് നമ്മൾ കയറിയ ഫസ്റ്റ് റൈഡ്. എൻ്റെ മോനെ, ഇത് സൂപ്പറായിരുന്നു ഗൈസ്. നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പോയെങ്കിലും സ്പ്ലിറ്റപ്പായി പല പല ക്യൂവിലായിപ്പോയി. അങ്ങനെ എല്ലാവരും സ്പ്ലിറ്റപ്പായിട്ടാണ് ഈ റൈഡിൽ കയറിയത്. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ് ഗൈസ്. നൈസായിരുന്നു. അവള് മുടി കെട്ടി വെച്ചേക്കും. എനിക്ക് മേളിൽ കൊണ്ടൊരു പറവറാതൊരു കറക്കം ഇറക്കിയല്ലേ. കുറച്ചെടുത്താൽ മതി, ഷോർട്ട് വീഡിയോസ് മതി. ഇനി നമുക്ക് അവരുടെ റെസ്പോൺസ് എടുക്കാം. നമുക്ക് വേറെ അഭിനയം അറിയാം. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ വേറൊരു റൈഡ് കയറി. പക്ഷെ എൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ബട്ട് സ്റ്റിൽ ഗൈസ്, ഏറ്റവും കൂടുതൽ പേടിച്ചത് അതേ കയറിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നേരെ ഡാഷിങ് കാർ. ഏകദേശം ഒരു 1/2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഈ ഡാഷിങ് കാറിൽ കയറാൻ പറ്റിയത്. അനന്തവിഷ്ണു ചന്ദ്ര അങ്ങനെ ഡാഷിങ് കാറിൽ കയറി ഒന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ നേരത്തായിരുന്നു എല്ലാവർക്കും ഈ റോളർ കോസ്റ്ററിൽ കയറാനുള്ള ഐഡിയ വന്നത്. അതോടുകൂടി മനുഷ്യൻ്റെ മനസ്സമാധാനം പോയി കിട്ടി ഗൈസ്. റോളർ കോസ്റ്ററായിരുന്നു എൻ്റെ ലാസ്റ്റ് റൈഡ്. അത് കഴിഞ്ഞ് ഇതേപോലെ ദൂരെ നിന്ന് ബാക്കി കണ്ടതേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഏകദേശം 3:30 ആയതോടുകൂടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വാട്ടർ റൈഡിലോട്ട് പോയി.
5:30 ശേഷം വാട്ടർ റൈഡ്സ് എല്ലാം ക്ലോസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് നേരെ ജയൻ വീട്ടിൽ പോയി. കുറച്ച് നേരം ജയൻ വീട്ടിലിരുന്നിട്ട് നേരെ എല്ലാവരും കൂടെ ഐസ്ക്രീം കുടിക്കാൻ പോയി. എവന്റെ ടീമാണ് ഇല്ലാത്തത്? പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് ഗൈസ്. കുമാര ഇതാണ് ഞങ്ങൾ പറഞ്ഞ കപ്പിൾസ്, ഷാഹിദയും സജിയും. ആ ഫോണിന്റെ കവറൊന്ന് കാണിച്ചേ. ആ കവറിൽ തന്നെ ഉണ്ടൊരു സ്നേഹം. ഗൈസ് നമ്മുടെ കുമാർ ബ്രോ ഇരുന്ന് ഏതാ പെൺപിള്ളേരോട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആൻഡ് ശങ്കർ ബ്രോ സ്വന്തം വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ട്. സഞ്ജുട്ടയ്ക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാത്ത വിഷമത്തിൽ സങ്കടം. ഇത് രഞ്ജിത്തേട്ടൻ്റെ വൈഫും രഞ്ജിത്തേട്ടൻ എന്തോ ഫാമിലി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കൈ പോയി ദൂരെ അയ്യോ രഞ്ജിത്തേട്ടൻ്റെ തല. തിരിച്ചു വരാൻ നേരം ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും തളർന്നിരിക്കുകയായിരുന്നു ഗൈസ്. തളർന്നിരുന്നവരെല്ലാവരും ഒരേ ഒരു പാട്ടിട്ടപ്പോൾ മോണായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.